സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയാതെ പോയ, എന്നാൽ ആരാണത് കൊണ്ടുവരുന്നത് അവർക്ക് തുല്യതയില്ലാത്ത നേട്ടങ്ങൾ ഇരു ലോകത്തും കരസ്ഥമാക്കാൻ കഴിയുന്ന സുന്നത്ത് നമസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുസ് സ്വലാഹ് ബഅദൽ ഫരീള, ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദലായ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നമസ്കാരം എന്നതാണ്. സുഹൃത്തുക്കളെ, പൊതുവെ ഏത് നമസ്കാരങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകതയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് വേറൊരു ഇബാദത്തിലും അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് നമുക്ക് കിട്ടൂല. നമസ്കാരങ്ങളിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പഠിപ്പിച്ചതായ ഒരു തത്വം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന അഹദകും ഇദാ ഖാമ യുസല്ലി, നിങ്ങളിൽ ഒരാള് അവൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാന്ന് കൂട്ടുക, യുനാജി റബ്ബ, അവൻ തന്റെ രക്ഷിതാവിനോട് ഒരു മുനാജാത്തിലാണ്, രഹസ്യ സംഭാഷണത്തിലാണ് എന്നതാണ്. ഫൽയൻദുർ കൈഫ യുനാജി, അതുകൊണ്ട് നമസ്കരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കട്ടെ അവൻ എങ്ങനെയാണ് തന്റെ റബ്ബിനോട് ആ രഹസ്യ സംഭാഷണം എത്രത്തോളം നല്ല രൂപത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ്. സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിനോടുള്ള ഒരു രഹസ്യമായ സംഭാഷണവും ഇടപാടുമാണ്. റബ്ബ് ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോടും സംസാരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ശരി, ഈ റബ്ബുമായിട്ടുള്ള സംസാരം എന്ന ഈ വൈകാരികത ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയം റഹ്മാനായ റബ്ബ് തന്നെ നമ്മളോട് പഠിപ്പിച്ചത് രാത്രി നമസ്കാരത്തെ കുറിച്ചാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, സൂറത്തുൽ മുസമ്മിലിൽ പറഞ്ഞല്ലോ, കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകും, ഏറ്റവും ഏകാഗ്രത കിട്ടും, എല്ലാം നിശ്ചലമായി കിടക്കുന്ന സമയം. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പിന്ന് വീണ് കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് പോലും ശരിക്ക് കേൾക്കത്തക്ക രീതിയിൽ എല്ലാവരും നിശബ്ദമായി നിൽക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അത് മനസ്സിന് ഏറെ ഹൃദയ സാന്നിധ്യവും നമ്മുടെ വാക്കിനെ ഏറ്റവും കൂടുതൽ നേരെയാക്കി തരുന്നതുമാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കുമ്പോഴും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും രാത്രി നമസ്കാരത്തെ കുറിച്ച് വലിയ രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും നമ്മളൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒട്ടനേകം കാര്യങ്ങളും അതിലുണ്ട് എന്നതാണ് സത്യം. നമ്മളൊക്കെ നിർവഹിക്കുന്നുണ്ടാകാം, എന്നാലും സുഹൃത്തുക്കളെ അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി കൊണ്ട് പറഞ്ഞ എന്താണെന്നറിയോ? യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ അടയാളമാണ് എന്നതാണ്. നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്നവരാണ് അല്ലെ, പക്ഷെ യഥാർത്ഥ വിശ്വാസികൾ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള അടിയാന്മാർ എന്ന് പറഞ്ഞ് മറ്റാർക്കുമില്ലാത്ത ചില ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. റഹ്മാനായ റബ്ബ് പറയും, ആരാണവർ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവർ രാത്രി കഴിച്ചു കൂട്ടുന്നവരുടെ രക്ഷിതാവിന് വേണ്ടി എങ്ങനെ? സുജ്ജദൻ വഖിയാമ, സുജൂദിലായിക്കൊണ്ടും നിന്ന് നമസ്കരിച്ചു കൊണ്ടും എന്നതാണ്. അവിടെ ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടെ പറഞ്ഞ സംഗതിയാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ഗുണമായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് എടുത്തു പറഞ്ഞൊരു ഗുണം, ഫർളല്ലെങ്കിലും നിർബന്ധമായിക്കൊണ്ട് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസിക്കൊരിക്കലും അതൊന്നും ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നൊരു ശൈലിയാണല്ലോ യഥാർത്ഥത്തിൽ പറഞ്ഞത്. എന്റെ അടിമയാണോ അവൻ അത് ചെയ്തിരിക്കുമെന്നാണ് റബ്ബ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ റബ്ബിന്റെ അടിമ തന്നെയാണ്. പക്ഷെ കോടിക്കണക്കിന് വരുന്ന അടിമകളുടെ കൂട്ടത്തിൽ എന്റെ അടിമ എന്ന ഒരു പ്രത്യേക തസ്കിതയിലേക്ക് റഹ്മാനായ റബ്ബ് കൊണ്ടുവന്ന ചില മഹാഭാഗ്യവാന്മാരുണ്ട്. ആ മഹാഭാഗ്യവാന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ റഹ്മാനായ റബ്ബ് ആദ്യമായി കൊണ്ട് പറഞ്ഞ സംഗതിയാണ് ഇത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് സുമറിൽ, എന്തുകൊണ്ടാണ് ഇവർ രാത്രി എല്ലാവരും സുഖനിദ്രയിലാണ്ട് എല്ലാവരും ആ ഒരു ദുനിയാവിന്റെ സുഖത്തിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ട് കടന്നുറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിട്ടും അവർ കുറച്ചു സമയം നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായി കൊണ്ട് ചോദിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് ആ വിശ്വാസിയുടെ മനസ്സ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് സൂറത്ത് സുമറിൽ, യഹ്ദറുൽ ആഖിറ,
അവർ പരലോകത്തെ ജാഗ്രതയോടുകൂടെ കാണുന്നവരാണ് എന്നതാണ്. പരലോകം എന്നുള്ളത് അത് കേട്ടുപോകേണ്ട ഒന്നല്ല. പരലോകം എന്നുള്ളത് അതിങ്ങനെ മനോഹരമായി പറഞ്ഞു തീർക്കേണ്ട ഒന്നല്ല. അത് പേടിക്കേണ്ട ഒരിടമാണ്. പേടിക്കേണ്ട ഒരിടമാണ്. അവിടുത്തെ ഓരോ സംഭവങ്ങളും സുഹൃത്തുക്കളെ വിജയിച്ചാൽ വിജയിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നൊരു ഉറപ്പുമില്ല. റഹ്മാനായ റബ്ബിന്റെ തീർത്തും കരുണയുമായി ബന്ധപ്പെട്ടതാണ് പരലോകത്ത് വിജയമെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഉൾക്കൊണ്ടൊരു വിശ്വാസി ആ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാണ്. യഹ്ദറുൽ ആഖിറ, പരലോകത്തെ പറ്റി അവർ ജാഗ്രത പുലർത്തുന്നു. വയർജൂ റഹ്മത റബ്ബി, അവൻ അവന്റെ രക്ഷിതാവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയാണ് എന്നതാണ്. ഈ രണ്ട് ഘടകങ്ങൾ ഇറങ്ങേണ്ട പോലെ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഇറങ്ങുമ്പോഴേ സുഹൃത്തുക്കളെ രാത്രി എണീറ്റ് നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജദയിൽ ഇന്നും ഒരുപക്ഷെ സുബഹിക്ക് നമ്മൾ കേട്ടുപോയ ആയത്തിൽ ഉള്ള സംഗതിയാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഹ്. അവർ അവരുടെ കിടപ്പറകളിൽ നിന്നും അവരുടെ പാർശ്വഭാഗങ്ങളെ മാറ്റിവെക്കും, ഒഴിവാക്കും. എന്തിനെ? അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അവർ അവരുടെ രക്ഷിതാവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള കാരണം? റഹ്മാനായ റബ്ബ് ഉടനെ തന്നെ പറഞ്ഞ വാചകം ഖൗഫൻ, അവർക്ക് ഭയമാണ്. അവർ പലതിനെയും പേടിക്കുന്നുണ്ട്. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതായ നരകത്തെ അവർ ഭയക്കുന്നു. ഈമാൻ കിട്ടാത്തൊരു മരണത്തെ അവർ ഭയക്കുന്നു. കബറിൽ കൊണ്ടുപോയി വെക്കുന്ന നാളിൽ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി കൊണ്ട് മറുപടി പറയാൻ കഴിയുമോ എന്നവർക്ക് ഭയമാണ്. ആരാരുമില്ലാത്ത 6 അടി മണ്ണിൽ കിടക്കുന്ന കിടച്ചം അവർ പേടിക്കുന്നുണ്ട്. ആ പേടിയാണ് യഥാർത്ഥത്തിൽ അവരതിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ്. റഹ്മാനായ റബ്ബിനോടുള്ള ഭയം, ആഗ്രഹം, പ്രത്യാശയാണ്. അപ്പൊ ഭയവുമുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്താൽ, റബ്ബിലേക്ക് ഞാൻ അടുത്താൽ, റബ്ബിനോട് പറയേണ്ട പോലെ പറഞ്ഞാൽ, റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പേടിക്കുന്ന ഓരോ ഘട്ടത്തിലും, മരണത്തിന്റെ വക്കിൽ, ബർസഖിൽ, സിറാത്ത് പാലത്തിൽ, മഹ്ശറിൽ, എല്ലാത്തിലും അല്ലാഹു എന്നെ രക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. ഭയവും പ്രതീക്ഷയും ഒരുപോലെ മനസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവർ അതിലേക്ക് പോകുന്നത് എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊരു മാനസികാവസ്ഥ നമുക്കുണ്ടോ എന്നുള്ളത് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഫറലായിട്ടല്ല, പക്ഷേ ഇത്രയേറെ കൂലി, ഇത്രയേറെ ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സാണ് അവിടെ പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ മനസ്സാണ് അവിടെ പറഞ്ഞത്. അവരതൊക്കെ ചെയ്യാനുള്ള കാരണം അവരുടെ മനസ്സിൽ ഇങ്ങനെ ചില സെറ്റിങ്ങുകൾ, അവരുടെ മനസ്സിൽ ഇങ്ങനെ ചില ട്യൂണിങ്ങുകൾ നടന്നതുകൊണ്ടാണ് എന്നതാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് കടന്നു നോക്കുമ്പോൾ ഇനി ഈ നമസ്കാരം നിർവഹിക്കുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ, അവർക്ക് ലഭിക്കാൻ പോകുന്ന ചില നേട്ടങ്ങളെ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒന്നെന്താണെന്നറിയോ? സമാധാനത്തോടുകൂടെ സുഹൃത്തുക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതാണ്. നമ്മളൊക്കെ കിനാബ് കാണുന്ന സ്വർഗ പ്രവേശനം ഉണ്ടല്ലോ, അത് പരലോകത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ സാധ്യമാകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫഅംബിഇനി ബിഅമലിൻ, പ്രവാചകരെ എനിക്കൊരു കർമ്മം താങ്കൾ പറഞ്ഞു തരണം. എന്താണ് ആ കർമ്മത്തിന്റെ പ്രത്യേകത? ഇൻ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന, ഞാൻ ആ കാര്യം പ്രവർത്തിച്ചാൽ, ഇനി താങ്കൾ പറയാൻ പോകുന്ന കാര്യം പ്രവർത്തിച്ചാൽ ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. സ്വർഗത്തിലെത്താൻ എനിക്ക് കഴിയണം. പ്രവാചകരെ, അങ്ങനത്തെ ഒരു കർമ്മം, എന്നെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ചില കർമ്മം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്നാണ് ചോദിച്ചത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ നീ ആദ്യം ശ്രദ്ധിക്കുന്നത് അഫ്ശിസ് സലാം, നീ സലാമിനെ വ്യാപിപ്പിക്കണം. സലാമിന്റെ വിഷയത്തിൽ നിങ്ങൾ ആരും പിശുക്ക് കാണിക്കരുത്. നാട്ടുകാരോട് മൊത്തം പറയും, ഇണയോട് പറയാത്ത,
ഉമ്മയോട് പറയാത്ത, ഉപ്പയോട് പറയാത്ത, മക്കളോട് സലാം പറയാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അഫ്ഷിസ്സലാം. മുസ്ലിമാണോ യാതൊരു മാനദണ്ഡം അവിടെ വെക്കേണ്ട സുഹൃത്തുക്കളെ, പറയാൻ നമുക്ക് കഴിയണം. അവിടെ ചില നമ്മൾ അതിർവരമ്പുകൾ പലതിന്റെയും പേരിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അഫ്ഷിസ്സലാം എന്നാണ് പറഞ്ഞത്. 2, വഅത്ബിൽ കലാം. സംസാരത്തെ നന്നാക്കി. നിന്റെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ കണ്ണുനീര് വരരുത്. നിന്റെ ഒരു വാക്കുകൊണ്ട് ഒരു ഹൃദയത്തിൽ ഒരു പോറലേൽക്കുന്ന ഒരു സാഹചര്യം സഹോദരിമാരെ ഉണ്ടാകരുത്, സഹോദരങ്ങളെ ഉണ്ടാകരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്നു, വസ്സിലിൽ അർഹാം. കുടുംബ ബന്ധം നീ ചേർക്ക്. നിന്റെ ഒരു വാക്കുകൊണ്ട്, നിന്റെ ഒരു തലയിണ മന്ത്രം കൊണ്ട് ഒരിക്കലും കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അബൂ ഹുറൈറ, വസ്സിലിൽ അർഹാം. കുടുംബ ബന്ധത്തെ നീ സൂക്ഷിച്ചോ. പിന്നെ പ്രവാചകൻ പറഞ്ഞു, വഖും ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാവരും സുഖനിദ്രയിൽ കടന്നുറങ്ങുന്ന സമയത്ത് രാത്രി അല്പഭാഗം നീ നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. തദ്ഖുലിൽ ജന്നത ബിസലാം. സ്വർഗത്തിലേക്ക് നിനക്ക് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രവേശിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി കൊണ്ടാണ് ഫറലല്ലെങ്കിലും ഈ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവനക്ക് അവിടെ കിട്ടാൻ പോകുന്ന ചില വിഭവങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഫിൽ ജന്നതി ഗുർഫ. സ്വർഗത്തിൽ ഒരു റൂമുണ്ട്, സ്വർഗത്തിൽ ചില അറകളുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ. പുറത്തു നിന്ന് അകത്തേക്ക് നോക്കിയാലും അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന സ്ഫടിക തുല്യമായ അതിനേക്കാൾ മുന്തിയ ചില അറകളുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് സന്തോഷ വാർത്ത നൽകി. ഇത് കേട്ട വിജ്ഞാന കുതികകളായ ആശ്ചര്യത്തോടുകൂടെ സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇത്തരം മഹത്തരമായ വീട് ആർക്കാണ് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലിമൻ അതാബൽ കലാമ. നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ സംസാരത്തെ നന്നാക്കിയവൻ, വഅത്അമ അത്അമ, ഭക്ഷിപ്പിച്ചവൻ, വബാത ഖായിമൻ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി നമസ്കരിച്ച ആളുകൾ എന്നതാണ്. സുഹൃത്തുക്കളെ, സ്വർഗം എന്നല്ല പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള പ്രവേശിച്ചാൽ എന്ത് കിട്ടും എന്നുകൂടെ അവിടെ പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ആ സമയമാണ് സുഹൃത്തുക്കളെ, അള്ളാഹു ഇറങ്ങി വരുന്ന സമയം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ മിനസ് സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും റഹ്മാനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അത് എങ്ങനെയെന്നൊന്നും ചോദിക്കാൻ നമ്മൾ ആരും വളർന്നിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നു. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീർ. എപ്പോഴാണ് വരുന്നത്? രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സമയത്താണ്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, യഖൂൽ മയ്യദ്ഊനി ഫഅസ്തജീബ ലഹ്. ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്? കഷ്ടങ്ങളേറെയുള്ള, പ്രശ്നങ്ങളേറെയുള്ള, പ്രതിസന്ധികളേറെയുള്ള, നീറുന്നൊരായിരം നോവുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അടിമകളെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമിതാ വന്നിത്തിരിക്കുന്നു. എന്നോട് ചോദിക്കുന്നുണ്ടോ? ഫഅസ്തജീബ ലഹ്. ഞാൻ അവൻക്ക് ഉത്തരം നൽകുക. ആരാ സുഹൃത്തുക്കളെ പറയണത്? ലോകത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, അല്ലദീ ഖലഖ ഫസവ്വ, എല്ലാം നന്നാക്കി തന്ന, എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ തന്നെ നിർവഹിച്ചു തരാൻ കഴിയുന്ന ലോകത്തിന്റെ റബ്ബ്, റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. ഒന്നാം ആകാശത്തെ ചോദിക്കുകയാണ്, അടിമകളെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചോ. മയ്യസ്അലുനി ഫഉഅ്തിയ. ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവനക്ക് നൽകാം. മയ്യസ്തഗ്ഫിറൂനി ഫഅഗ്ഫിറ ലഹ്. ജീവിതത്തിൽ മനുഷ്യനാണ്, സ്വാഭാവികമാണ് തിന്മകളുടെ പ്രസരം, തിന്മകളുടെ അതിപ്രസരം കാരണം ചിലപ്പോ ചില തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം. എന്നോട് പൊറുക്കലിനെ ചോദിക്കും, പടച്ചോനെ വന്നുപോയതാണ് റബ്ബേ, ശ്രദ്ധിച്ചു, പക്ഷെ വീണ്ടും വന്നു പോയതാണ് റബ്ബേ, പുറത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഒന്നാം ആകാശത്തേക്ക് റഹ്മാനായ റബ്ബ് വരും എന്നതാണ്. സുഹൃത്തുക്കളെ, ആ ഒരു സമയം, ആ ഒരു ഓപ്പൺ ചാൻസ്, ചോദിച്ചതൊക്കെയും എടുത്തു തരാനുള്ള, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകനായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് വരികയാണെന്ന് പറയുമ്പോൾ
അതിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ, അവിടെ ഒന്ന് പോയി നിന്ന് നമ്മുടെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു വരാൻ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് ചോദിച്ചാൽ തീരാത്തൊരു പ്രശ്നവും ഇല്ലല്ലോ. ഇതൊന്നും ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിലാണ് എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ആളുകളൊക്കെ അസ്വസ്ഥരായി, ജീവിതം മടുത്ത്, പ്രതീക്ഷ കൈവിട്ട് ഇനി എന്താകുമെന്ന് ചോദിച്ച് എന്ത് വന്നാൽ എന്താ സുഹൃത്തുക്കളെ, എല്ലാം നമുക്ക് നൽകാൻ കഴിവുള്ള, എല്ലാം പരിഹരിച്ചു തരാൻ കഴിവുള്ള റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്, ചോദിച്ചോളി ഞാൻ തരാമെന്ന്. ഇത് ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിലാണ്, ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് ജാറത്തിലേക്കും മക്കബറിലേക്കും അതുപോലത്തുള്ള ശിർക്കൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ പോകുന്നതിന്റെ കാരണമെന്ന് കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതിന്റെ മഹത്വമൊക്കെ തിരിച്ചറിഞ്ഞ് പ്രത്യേകം സ്വാഭാവികമായി കൊണ്ടും ഒരു മനുഷ്യനാണെങ്കിൽ അവനക്കൊരു ഇണയുണ്ടാവും. ദമ്പതികൾ ഒരുമിച്ചാണ് കിടക്കുക. സ്വാഭാവികമായി കൊണ്ട് സുഹൃത്തുക്കളെ, ആ ദമ്പതികൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി പരസ്പരം സഹായിക്കുകയാണെങ്കിൽ ആ ദമ്പതികൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്നതാണ്. ദമ്പതികൾക്കിടയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പിന്നൊരു പ്രശ്നമില്ല, പിന്നൊരു കുടുംബ ശൈഥല്യമില്ല, പിന്നൊരു വാക്ക് പോരില്ല, പിന്നൊരു വക്കാണമില്ല, പിന്നെ ഡൈവോഴ്സിന്റെ സാധ്യതയില്ല, ഒരു പ്രശ്നവുമില്ല. കുടുംബം ഏറ്റവും ഊഷ്മളമായി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യനിക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഖാമ മിനൽ ലൈലി, അദ്ദേഹം രാത്രി എണീക്കുകയാണ്. ഫസല്ല, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. വഅയ്കല ഇംറഅതുഹു, പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയതമയെ അദ്ദേഹം ഉണർത്തുകയാണ്. ഫഇൻ അബത്, അപ്പോൾ സ്വാഭാവികമായി കൊണ്ട് രാത്രിയുടെ പ്രയാസത്തിൽ നിന്നും അവൾ വിസമ്മതിക്കുമ്പോൾ നലഹ ഫീ വജ്ഹിഹാ അൽമാഅ, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് ഒന്ന് എണീക്കാൻ വേണ്ടി പറയുന്ന ആ ഒരു സുഹൃത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊടുക്കട്ടെ എന്ന്. നേരെ തിരിച്ചും പറഞ്ഞു. ആദ്യം സഹോദരി എണീറ്റു, അവൾ നമസ്കരിച്ചു, പിന്നീട് ഭർത്താവിനെ വിളിച്ചു. വിസമ്മതിച്ചപ്പോൾ ആ വെള്ളം ഒന്ന് കുടഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തെ എണീപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അങ്ങനെ അവർ രണ്ടുപേരും നമസ്കരിക്കുന്ന ആ ഇണകൾക്കിടയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്നതാണ്. സുഹൃത്തുക്കളെ, റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, യാതൊരുവിധ സംശയവുമില്ല. റബ്ബ് തന്ന വാഗ്ദാനം റബ്ബ് ഒരിക്കലും പാലിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ദാമ്പത്യത്തിനിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടോ, വലിയൊരു പരിഹാരം കൂടിയാണ് രാത്രി നമസ്കാരം എന്ന് കൂടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറഞ്ഞപ്പോൾ മുൻഗാമികൾ ശരിക്ക് അവരുടെ ജീവിതത്തിന്റെ ഗന്ധിയാക്കി അത് മാറ്റിയെന്നതാണ്. അവർ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, സുഹൃത്തുക്കളെ നിങ്ങൾ രാത്രി നമസ്കാരത്തെ ശ്രദ്ധിക്കണം. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള മുൻഗാമികളുടെ എല്ലാവരുടെയും ചര്യയായിരുന്നു. അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ ആരെ എടുത്തു പരിശോധിച്ചോ, അവരുടെ ജീവചരിത്രം ഒന്ന് വായിച്ചോ, അവരെല്ലാവരും രാത്രി നമസ്കാരത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരായിരുന്നു. അള്ളാഹുലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യമാണ്. ഒരു പാപം ചെയ്യാനുള്ള അവസരം വരുമ്പോൾ അത് നിങ്ങൾ രാത്രി നമസ്കാരം നിങ്ങളെ തടയും, വിശിഷ്യ നമസ്കാരം തടയും. രാത്രി നമസ്കാരം ഒന്നും കൂടെ നിങ്ങളുടെ കഴുത്തിന് പിടിച്ചു വലിക്കും. രാത്രി പോയി റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്ന് കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞ് നേടിയെടുക്കുന്ന നിനക്ക് പറയാൻ കഴിയുന്ന വാക്കുകളല്ല, ചെയ്യാൻ പറയുന്ന കാര്യങ്ങളല്ല, നിനക്ക് ഇടപെടാൻ പറ്റുന്ന സമ്പാദ്യ മേഖലയല്ലാതെ നീ തിരിഞ്ഞു നടക്കെന്ന് പറയും. ജീവിതം മുഴുവൻ സുഹൃത്തുക്കളെ അള്ളാഹു തൃപ്തിപ്പെട്ട വരച്ചു വെച്ച ട്രാക്കിലൂടെ സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ പോകാൻ നമുക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കുമ്പോഴൊക്കെയും പണ്ഡിതന്മാർ പറഞ്ഞു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും പലപ്പോഴും അത് ചെയ്യാതെ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളുടെ ആധിക്യമാണ് എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പറഞ്ഞത്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ബോധപൂർവം ചെയ്തു പോയ ഒരു തിന്മ കാരണം 5 മാസത്തെ ഖിയാമുൽ ലൈൽ എനിക്ക് റഹ്മാനായ റബ്ബ് നിഷേധിച്ചു കളഞ്ഞു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ബോധപൂർവം ചെയ്യാതിരിക്കുക. ഇൻ കേസ് വരുന്നതിനൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പൊറുക്കലിനെ തേടി പാപരഹിതമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോൾ സ്വാഭാവികമായി കൊണ്ട് ഈ പറയപ്പെട്ട നിഅമത്തുകളും ഖൈറുകളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയും. പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു അൽ ഗഫൂറുർ റഹീം.